ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നവാബ് ഷൊർണൂർ. ഞാനിപ്പോൾ ഉള്ളത് കൂട്ടിലക്കടവാണ്. നമ്മുടെ കൂട്ടിലക്കടവ് പാലം. ഇതാണ് കൂട്ടിലക്കടവ് പാലം. ഈ പാലത്തിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മുടെ ഇവിടെ ഒരു ചേച്ചി, ഞാൻ ഇതിനെ ഡെലിവറി ചെയ്ത് വരുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഒരു ചേച്ചിനെ കണ്ടു. അപ്പോൾ ആ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടാം. ചെറിയൊരു കട ഇട്ട് ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചേച്ചിനെ പരിചയപ്പെടാം. ഹായ് ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? വളർമതി. ഓക്കെ. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? പാലത്തിന്റെ അക്കരെ അല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മ, ആങ്ങള, നാത്തൂൻ, ഒരു കുട്ടിയുണ്ട്. ഓക്കെ. ചേച്ചിക്ക് ഇപ്പോ ഈ എന്താണ് ഇങ്ങനെ ഇവിടെ കട ഇട്ടിട്ട് എത്രയായി? 15 വർഷം. 15 വർഷമായിട്ട് ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി തന്നെയാണോ കട നോക്കുന്നത്? ഓക്കെ. അപ്പൊ വീട്ടിലിപ്പോ വേറെ വരുമാനം? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അനിയനുണ്ട് എന്ന് പറഞ്ഞു. ചെറുതായിട്ടൊരു ജോലി ഉണ്ട്. എന്താ വർക്ക് ചെയ്യണ്? ഷൊർണൂരാ? നമ്മുടെ നാട്ടിൽ തന്നെയാണ് അല്ലേ? പെൻഷന്റെ അല്ലേ? പെട്ടിക്കടയത്തെ കാര്യത്തിൽ ഞാൻ മാത്രമേ നോക്കുള്ളൂ. അത് പെൻഷൻ കയ്യിൽ നിറക്കിട്ട് വേറെ കാശൊന്നുമില്ല. വേറെ ഒന്നുമില്ല. വേറൊരു വരുമാനം ഇല്ല. പായേട്ടം പോണുള്ള ചെറിയൊരു വരുമാനം അതൊക്കെ വീട്ടു ചെലവിനെ പറ്റുള്ളൂ. ഇവിടേക്കൊന്നും തരില്ല. അതൊക്കെ വീട്ടു ചെലവ്, സാധനങ്ങൾ വാങ്ങുക, പലർക്ക് പച്ചക്കറി ഒക്കെ അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ചേച്ചിക്ക് ഇപ്പൊ ഈ കാഴ്ച ശക്തി എങ്ങനെയത് നമുക്ക് ജന്മനാ ഇതായതാണോ അതോ? അല്ല, ജനിച്ചപ്പോ തന്നെ ഉള്ളതാ. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ജനിച്ചപ്പോഴേ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ തീരെ കാണില്ല, കണ്ണ് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഓ. അപ്പൊ എന്നിട്ട് അതിന് ശേഷം ചേച്ചി സർജറി കഴിഞ്ഞു. എത്ര വയസ്സിൽ ചേച്ചി സർജറി കഴിഞ്ഞു? അതൊക്കെ കുട്ടിയാകുമ്പോ ഓർമ്മല്ല, ചെറിയ പ്രായത്തിൽ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? കൈക്കുഞ്ഞാകുമ്പോ കഴിഞ്ഞിരിക്കണം. കണ്ണിന് 4 ഓപ്പറേഷൻ. പിന്നെ കാലിന് തന്നെ വളവായിരുന്നു, 2 കാല്, അത് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പൊ ഈ കാലില് കമ്പി ഇട്ടിട്ടുണ്ട്. ഓ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കമ്പിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ കാല് ചെറിയൊരു വളവായിരുന്നു, അതിന്റെ അത് കുട്ടിയാകുമ്പോ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല. ഇപ്പൊ മരുന്ന്, ഇപ്പൊ വേറെ മരുന്ന് അങ്ങനെ ഇതൊന്നുമില്ല അല്ലേ? കണ്ണിന് മരുന്നുണ്ട്. കണ്ണിന് ഈ തിമിരം വന്നിട്ട് ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് പാട വന്നിട്ട് കണ്ണിന് അതിന് മരുന്ന് ഒഴിക്കുന്നുണ്ട്. സ്ഥിരം മരുന്ന് വേണം. ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോ എന്തോ ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഇടർച്ച, മങ്ങല്, അതൊക്കെ ഉണ്ടാവും. ചൂടായി കഴിഞ്ഞാൽ വേദന, അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും നമ്മള് ചേച്ചിയുടെ അവസ്ഥ കണ്ടല്ലോ. ഇതാണ്, ഈ ഒരു വരുമാനമാണ് ഇപ്പൊ ചേച്ചിക്ക് ആകെ ഉള്ളത്. പിന്നെ നമുക്ക് മരുന്നിനും കാശൊക്കെ ഇറക്കണം. ഇതിന് തന്നെ ഇറക്കും വേണം കാശൊക്കെ. അതെ അതെ, നമുക്ക് ചേച്ചിക്ക് ഇതിന് തന്നെ ഇറക്കാൻ തന്നെ ചേച്ചിക്ക് ക്യാഷില്ല. പിന്നെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് അല്ലേ? പിന്നെ ഈ പെട്ടി നേരാക്കാൻ ഇപ്പൊ വേറെ ആൾക്കാർ സഹായിക്കൊക്കെ. ഇതിപ്പോ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്തപ്പോ അല്ലേ? ആദ്യം പഞ്ചായത്ത് തരുമ്പോ എങ്ങനെയൊക്കെ നേരാക്കി. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോ വീണ്ടും ഇതായിട്ട് വേറെ ആൾക്കാര് സഹായിക്കത്. അവരെ സഹായത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോണത്. അതേപോലെ ചെറിയൊരു എമൗണ്ട് ഗവൺമെന്റ് പെൻഷനും 40,000-40,000 റുപ്യ ചെലവായി. അത് സഹായം ചെയ്തു. ഇപ്പൊ എപ്പോഴും ഇപ്പൊ നമ്മള് ഒരാളോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അവര് പറയുകയൊക്കെ ചെയ്തു, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പറയാനൊക്കെ. പക്ഷെ ഞാൻ പോയില്ല. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഈ ഒരു വരുമാനം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലേ? എന്തായാലും കാര്യമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അതെ അതെ അതെ. ആരോടും ഇപ്പൊ ആവുന്നത് കിട്ടണത് വാടക കൊടുക്കണ്ട, കറണ്ട് വേണ്ട, അത്രേ ഉള്ളൂ. വൈകുന്നേരമായ പൂട്ടി പോകും. 6 മണി ആയാൽ. രാവിലെ ചേച്ചി എത്ര മണിക്ക് വരും? രാവിലെ 7:15 വരും. 7:15 വന്നിട്ട് പിന്നെ വൈകിട്ട് 6 മണിയാകുമ്പോ പൂട്ടി പോകും. ചേച്ചി തന്നെ ഒറ്റയ്ക്ക് ഇവിടുന്ന് നടന്നു പോവോ? ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ വീട്ടിലേക്ക്? ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. ഈ പാലം അങ്ങോട്ടൊന്നും പോണ്ട. ഈ പാലം കഴിഞ്ഞിട്ട് കട്ടക്കമ്പനി ഇല്ലേ, ആ കട്ടക്കമ്പനിയുടെ മുകളിലെ റോഡ് കൊണ്ട് കയറ്റം, കോൺക്രീറ്റ് റോഡ്, അതില് 3ാമത്തെ വീട്. ആ കയറ്റത്തില് 3ാമത്തെ വീട്. എന്തായാലും നമ്മുടെ റോഡാണ്. ഓക്കെ ഓക്കെ. അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ചേച്ചിയുടെ കടയില്. മിഠായി, ബീഡി, സിസറി, തീപ്പെട്ടി, അങ്ങനെയുള്ള ഐറ്റംസേ ഉള്ളൂ. പിന്നെ ഇറക്കാൻ ക്യാഷും വേണം. 2 ദിവസം മുന്നേ ഇതിനെ പോയിട്ടുണ്ടായിരുന്നേ ഡെലിവറിക്ക്. അപ്പൊ ചേച്ചിനെ കണ്ടു. അപ്പൊ കണ്ടപ്പോ നിർത്തണം വിചാരിച്ചു. പിന്നെ എന്റെ കയ്യില് ഡെലിവറി ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോണു. എല്ലാവരും കാണും. ഞങ്ങളുടെ അടുത്ത് അതിനുള്ള ഫോണൊന്നുമില്ല. ഞങ്ങളുടെ വേറെ സൈസ് ഫോൺ. നമ്മുടെ എന്താണ് യൂട്യൂബേഴ്സിന് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനല്ലേ ചേച്ചിയുടെ അവസ്ഥ? ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്.
എന്തായാലും അവരെ കൊണ്ട് കഴിയുന്നത് വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ആയിട്ടും ചേച്ചിയുടെ കൈകളിൽ എത്തും. ഇപ്പൊ എന്താ വെച്ചാ ഞങ്ങൾക്കിപ്പോ ഇപ്പോന്ന് പറഞ്ഞാ വലിയ പ്രശ്നം എന്താ വെച്ചാ അപ്പൊ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കണം എന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഇപ്പൊ വീട് പാസ്സായിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. പക്ഷെ കടലാസൊന്നും കിട്ടിയിട്ടില്ല. പാസ്സായി എന്ന് അവര് പറഞ്ഞു, ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ അവര് തരുന്ന പൈസ നമുക്ക് തികയുമില്ല. അതാണ് മെയിൻ പ്രശ്നം. 4 ലക്ഷമൊക്കെ തരുള്ളൂ. എന്തായാലും ഇപ്പൊ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു വീട്, അതൊരു സ്വപ്നാണ് അല്ലേ? ഇപ്പൊ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അല്ല, ഇപ്പൊ സ്വന്തം വീടിന്റെ ഓട്ട് വരെയാണ്. ഓട് വരെയാണ്, പക്ഷെ സ്ഥലമുണ്ട്. അച്ഛന്റെ പേർക്കാണ് സ്ഥലം. അച്ഛൻ മരണപ്പെട്ടപ്പോ അത് നിന്റെ പേർക്ക് എഴുതണം എന്നാണ് വീടിന്റെ പേർക്ക് പാസ്സായണതേ. അപ്പൊ ആദ്യത്തെ ആള് ഞാൻ 7 ആൾക്ക് പാസ്സായിട്ടുണ്ട്. അതിലിപ്പോ ആദ്യത്തെ ആള് എന്റെ പേരാ വന്നത്. എനിക്ക് കണ്ണിനൊക്കെ 100%. പിന്നെ ബസ് പാസ് ഉണ്ട്, ട്രെയിൻ പാസ് ഉണ്ട്. അതിനൊന്നും പൈസ കൊടുക്കണ്ട, ബസ്സിനൊന്നും കാശ് കൊടുക്കണ്ട. പിന്നെ പെൻഷൻ ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ചേച്ചിയുടെ അവസ്ഥ കണ്ടല്ലോ. ചേച്ചിയുടെ പേരൊന്നുകൂടി പറയോ? വളർമതി. നമ്മുടെ വളർമതി ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും ചേച്ചിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ, ഇതാണ് ചേച്ചിയുടെ കടയിലത്തെ സാധനങ്ങൾ കണ്ടില്ലേ? വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ചേച്ചി രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്യണത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, ഈ സാധനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ചേച്ചിക്ക് വരുമാനം എത്രത്തോളം വൈകിട്ട് പോകുമ്പോൾ ചേച്ചിയുടെ കൈകളിൽ കിട്ടും എന്നുള്ളത്. അപ്പൊ എന്തായാലും മാക്സിമം ഈ വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക. നല്ല നന്മ നിറഞ്ഞ ആളുകളുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, അതൊരു 100 രൂപയായാലും എത്ര രൂപയായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു ക്യാഷ് ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പറ്റുന്ന എമൗണ്ട് നിങ്ങൾ കൊടുക്കണം. കാരണം ചേച്ചിയുടെ അവസ്ഥ കണ്ടല്ലോ, കണ്ണ് കാണാത്ത, വേറെ ഒരു ജോലിക്കും ചേച്ചിക്ക് പോകാൻ പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ ലോങ് യാത്രകളോ ഒന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നാണ് ചേച്ചി കച്ചവടം ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ വീട്ടിലത്തെ അവസ്ഥയും ചേച്ചി പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും സഹായിക്കുക കേട്ടോ, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥലം വരുന്നത് എവിടെ ചേച്ചി? കൂട്ടിലക്കടവ് അല്ലേ? നമ്മുടെ കൂട്ടിലക്കടവ് പാലത്തിന്റെ കൂട്ടിലക്കടവ് സെന്റർ. ഓക്കെ, സെന്ററിലാണ് കേട്ടോ. അതിൽ ആ പാലത്തിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ വഴിക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിനെ കാണാട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചേച്ചിനെ സഹായിക്കുക. ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട്, അത് എല്ലാ ജില്ലയിലും ഉണ്ട്. പാലക്കാട് ഇപ്പൊ ഞങ്ങളെ സംഘടനയില് പിന്നെ കൊറേ കാഴ്ച ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ നോമ്പൊക്കെ ആയാല് സംഘടനയില് മുസ്ലിംസിന്റെ വക കിറ്റ്, പിന്നെ ഇവിടെ സ്വാമിയില്ലേ, ശ്രീകൃഷ്ണപുരം സ്വാമിയുടെ വക ഇപ്രാവശ്യം കിട്ടും. എല്ലാ കൊല്ലം സ്വാമിയുടെ വക കിറ്റ്, അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ചില സഹായങ്ങളൊക്കെ കിട്ടലുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ പുറത്തെ ആൾക്കാര് ഇങ്ങനെ ഈ മുസ്ലിംസ് അല്ലാണ്ട് ഹിന്ദുക്കള്, ഈ ദയാ ചാരിറ്റബിളൊക്കെ അല്ലേ, അവരൊക്കെ ഇങ്ങനെ പിരിച്ച് ഞങ്ങക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കിറ്റ് വിതരണം, അങ്ങനെ പൈസ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ വിശേഷങ്ങൾ വരുമ്പോ ആ സമയത്ത് മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതെ, നമുക്ക് എല്ലാ സമയത്തും ജീവിക്കണ്ടേ? എല്ലാ സമയത്തും ഒന്നും കിട്ടില്ല, അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാണ് ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ? എന്തായാലും എല്ലാവരും പറ്റുന്ന പോലെ ചേച്ചിനെ സഹായിക്കുക. വേറെ എന്താ പറയണെന്ന് വെച്ചാല്, ഞങ്ങളെ സംഘടനയില് ഇങ്ങനെ നിങ്ങളിപ്പോ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. സംഘടനയില് നിങ്ങളെപ്പോലുള്ളവര് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പറയാ. നമ്മുടെ നമ്പർ ഉണ്ട്, അത് ഇപ്പൊ കയ്യിലില്ലാന്നുള്ളൂ. എന്റെ നമ്പർ ചേച്ചിക്ക് തരാം. ചേച്ചി വീട്ടിൽ ചെന്നിട്ട് ചേച്ചി വിളിക്കുക. ഞാൻ എന്റെ നമ്പർ തരാം, ചേച്ചി അങ്ങനെ തന്നാ മതി. ഓക്കെ, പേര് നമ്പർ തരാം, സ്ഥലം. ഇതേപോലെ ആൾക്കാരുണ്ട് നിങ്ങളുടെ സംഘടനയില്. അപ്പൊ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ സഹായമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പറയാ. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ എന്താ നേതാവ് ആരാച്ച ഹരി പറഞ്ഞൊരു മാഷാണ്. ആ മാഷ്ക്കും തീരെ കാണില്ല. അപ്പൊ ആ മാഷാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോടൊക്കെ അറിയിക്കലൊക്കെ. അപ്പൊ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സഹായമൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ തരാം. നമ്പർ ഇപ്പോൾ തന്നെ എന്റെ കയ്യില്. മാഷിനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതിലുണ്ട്. മാഷ വിളിച്ചപ്പാണെങ്കിൽ കിട്ടും. അപ്പൊ നമ്മുടെ വളർമതി ചേച്ചിയുടെ വിശേഷങ്ങൾ കണ്ടല്ലോ. ചേച്ചിയുടെ ആ മനസ്സ് കണ്ടില്ലേ നിങ്ങൾ? അത് കാണാതെ പോകരുത്. ചേച്ചിക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ചേച്ചിയുടെ കൂടെ സംഘടനയിലുള്ള ആളുകൾക്കും സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത് ചേച്ചി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അതാണ് ആ വലിയൊരു മനസ്സ്. ഞാൻ ഡെലിവറിക്ക് പോകുന്ന വഴിക്കാണ് ചേച്ചിയെ കണ്ടത്. അപ്പോഴാണ് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഫ്രണ്ട്സ്,
നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ വളർമതി ചേച്ചി കേട്ടോ. ചേച്ചിയുടെ കട നിങ്ങളെല്ലാവരും കണ്ടു, അതേപോലെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ചേച്ചിനെ നിങ്ങൾ ഏറ്റെടുക്കുക, ചേച്ചിനെ നിങ്ങൾ സഹായിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചേച്ചിനെ എത്തിക്കുക. ഇനി നിങ്ങൾക്ക് ചേച്ചിക്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചേച്ചി കയ്യിലില്ല, വീട്ടിലാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ നമ്പർ പോലും ചേച്ചിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം. എനിക്ക് വേറൊരു മാഷിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ആ മാഷിനെ ഞാൻ വിളിച്ച് ചേച്ചിയുടെ നമ്പർ എടുത്ത് ചേച്ചിക്ക് വൈകിട്ട് വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം, അതാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുന്ന സഹായം ഇവരെ പോലുള്ളവരെയൊക്കെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരണം. കാരണം നമുക്കൊരൊറ്റ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ ആ ജീവിതം തന്നെ പൊരുതി ജീവിക്കുകയാണ് നമ്മുടെ വളർമതി ചേച്ചി. ഓക്കെ, എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ചേച്ചിയുടെ കൂടെ നിന്ന് ഇതേപോലെ കുറച്ച് നേരം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലും സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഞാൻ പോവാണ്. ഞാൻ ഇതിനെ വർക്കുള്ള സമയത്തൊക്കെ ചേച്ചിയുടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഞാൻ കയറും ഇതിനെ പോകുമ്പോ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇല്ല ചേച്ചിയുടെ പേര് മറക്കില്ല, ഒരിക്കലും മറക്കൂല കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നവാബ് ഷൊർണൂർ.